പെരുമഴ പോൽ വരൂ വരൂ വരൂ, വരമഴ ചൊരിയൂ 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 ചൊരിയൂ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, നിറയണമേ കൃപ ചൊരിയണമേ, വരമേഴും നൽകണമേ, വരമേഴും നൽകണമേ. പെരുമഴ പോൽ വരൂ വരൂ വരൂ, വരമഴ ചൊരിയൂ 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 ചൊരിയൂ. ആത്മാവേ പരിശുദ്ധാത്മാവേ, പാപത്തിൻ ബന്ധനമഴിച്ചിടാൻ, സാത്താന്റെ ശക്തിയെ ജയിച്ചിടാൻ ആത്മബലം നീ നൽകണമേ, അഭിഷേകം നൽകണമേ, അഭിഷേകം നൽകണമേ. പെരുമഴ പോൽ വരൂ വരൂ വരൂ, വരമഴ ചൊരിയൂ 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 ചൊരിയൂ. ആത്മാവേ പരിശുദ്ധാത്മാവേ. സ്നേഹമുള്ളവരെ, ഞാനിപ്പോൾ കോയമ്പത്തൂര് ദിവ്യൻ ധ്യാന കേന്ദ്രത്തിലാണ്. അവിടെ നിന്നാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇതിനു മുൻപ് ചാലക്കുടി ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിലും പൊട്ട ധ്യാന കേന്ദ്രത്തിലൊക്കെ ആയിരുന്നു. ഡിവൈനിലായിരുന്നപ്പോഴാണ് ഞാനിവിടെ വചനം പങ്കുവയ്ക്കാൻ വന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ തുടങ്ങി കോയമ്പത്തൂരിൽ നിന്ന് ഇവിടേക്കുള്ള യാത്രയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തോട് ചോദിച്ചു, ഇന്ന് എന്ത് സന്ദേശമാണ് ഞാൻ ദൈവ മക്കൾക്ക് കൊടുക്കേണ്ടത്? അപ്പോൾ ദൈവം എനിക്ക് നൽകിയ ഉൾക്കാഴ്ച സന്ദേശം ഇതാണ്: ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ദൈവം കടന്നു വരുന്ന മേഖലകൾ. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന മേഖലകൾ. ആ വചന സന്ദേശമാണ് എനിക്ക് കിട്ടിയത്. വിശുദ്ധ ബൈബിളിൽ നിന്ന് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മേഖലകളെക്കുറിച്ച് നമുക്ക് അല്പസമയം ധ്യാനിക്കാം. ഒന്ന് ഹല്ലേലൂയ പറയോ. സങ്കീർത്തനം 47:1. സങ്കീർത്തനം 47:1. ഹല്ലേലൂയ ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ 33 തുടങ്ങിയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഒരു സംഭവം കാണുന്നുണ്ട്. യൂദയായിൽ ഹബക്കുക്ക് എന്ന ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ആ പ്രവാചകൻ തൻ്റെ വയലിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് പൊടിച്ച അപ്പവും കറിയും കൊണ്ട് അവർ കൊടുക്കാനായിട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വഴി ദൈവം അറിയിക്കുകയാണ്, നിന്റെ കയ്യിലിരിക്കുന്ന ഈ അപ്പവും കറിയും ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ ഹബക്കുക്ക് പറഞ്ഞു, ദൈവമേ, ബാബിലോൺ ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല. എവിടെയാണ് സിംഹക്കുഴി എന്ന് എനിക്ക് അറിയുകയില്ല. ഇത് പറഞ്ഞപ്പോൾ ദൈവദൂതൻ അവൻ്റെ മുടിക്കുത്തിന് പിടിച്ച് അവനെ തൂക്കിയെടുത്ത് വായുവേഗത്തിൽ ബാബിലോണിലെ സിംഹക്കുഴിയുടെ മുകളിൽ കൊണ്ടു നിർത്തി. ദാനിയേലിനോട് ഹബക്കുക്ക് വിളിച്ചു പറയുകയാണ്, ദാനിയേൽ, ദാനിയേൽ, ദൈവം നിനക്ക് കൊണ്ടെത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം നീ കഴിച്ച.
അപ്പോൾ ദാനിയേല് പറഞ്ഞ വാക്ക്, അവൻ പറഞ്ഞ കാര്യം ഇപ്രകാരമാണ്: ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ ഒരിക്കലും അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവമേ, ഈ സിംഹക്കുഴിയിൽ കിടക്കുന്ന എനിക്ക് എന്താണെന്ന് അവിടുന്ന് അറിഞ്ഞിരിക്കുന്നു, അവിടുന്ന് എനിക്കത് ചെയ്തു തന്നിരിക്കുന്നു. ദാനിയേൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. ഉടനെ ദൈവദൂതൻ അവൻ്റെ മുടിക്കുത്തിനെ പിടിച്ച് തൂക്കിയെടുത്ത് അവൻ്റെ സ്ഥലത്തേക്ക് കൊണ്ട് ചെന്നെത്തിക്കുകയാണ്. ഹല്ലേലൂയ! ഇവിടെ ദൈവം കടന്നു വരുന്ന ഒരു മേഖല നമുക്ക് കാണാൻ കഴിയും. ഒരു ദൈവ പൈതലിൻ്റെ ആവശ്യങ്ങളുടെ മുൻപിൽ ദൈവം കടന്നു വരുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ പൈതലിന് എന്താണോ ആവശ്യമായിട്ടുള്ളത്, ആ ആവശ്യങ്ങളുടെ മുൻപിൽ ദൈവം കടന്നു വരുന്നതായിട്ട് ആ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് മനസ്സിലാക്കി ആ ദാനിയേലിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വന്ന് അവന് അപ്പവും കറിയും എത്തിച്ചു കൊടുക്കുകയും. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ എന്താണോ ആവശ്യമായിട്ടുള്ളത് ദൈവം അത് അറിഞ്ഞ് ചെയ്തു കൊടുക്കുന്നവനാണ്. രാജാക്കന്മാരെ 1-ാം പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 1 തുടങ്ങി 7 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഏലിയ പ്രവാചകന് ദൈവം അവനാവശ്യമായത് കാക്കയുടെ കാലിൽ അപ്പവും ഇറച്ചിയും കൊടുത്തുവിടുന്ന നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ! വീണ്ടും രാജാക്കന്മാരെ 1-ാം പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 8-ാം വചനം തുടങ്ങി നമ്മൾ വായിക്കുമ്പോൾ ഈ ഏലിയാക്കി പിള്ളവരെ ദൈവം ഏലിയായോട് പറയുക, നീ സറേഫാത്ത് പട്ടണത്തിൽ പോയി താമസിക്കുക, നിനക്ക് ഭക്ഷണം തരാൻ ഒരു വിധവയെ ഞാനവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. വിധവയുടെ പേര് പറഞ്ഞിട്ടില്ല, അവളുടെ ഷെയ്പ്പ് പറഞ്ഞിട്ടില്ല, അവളുടെ കളറ് പറഞ്ഞിട്ടില്ല, അവളുടെ വസ്ത്രത്തിൻ്റെ കോഡ് കളറ് പറഞ്ഞിട്ടില്ല. നീ സറേഫാത്ത് പട്ടണത്തിൽ താമസിക്കുക, നിനക്ക് ഭക്ഷണം തരാൻ ഒരു വിധവയെ ഞാൻ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ദൈവം പറഞ്ഞതനുസരിച്ച് എലിയ സറേഫാത്ത് പട്ടണത്തിൽ ചെന്നപ്പോൾ ഒരു വിധവയായ സ്ത്രീ അവൾ ചുള്ളിക്കമ്പ് പെറുക്കിക്കൊണ്ടിരിപ്പുണ്ട്. വേറെ ആരെയും കാണുന്നില്ല. ദൈവം അവന് വേണ്ടി ഒരുക്കി നിർത്തിയിരിക്കുക. അവളുടെ അടുക്കൽ ചെന്ന ഏലിയ, കുറച്ച് വെള്ളം കുടിക്കാൻ തരുമോ? അവൾ വെള്ളമെടുക്കാൻ പോകുന്ന സമയത്ത് എലിയ പറഞ്ഞു, കുറച്ച് അപ്പക്കഷ്ണങ്ങൾ കൂടെ കൊണ്ടുവരിക. അവൾ പറഞ്ഞു, അയ്യോ, എന്നോട് അപ്പക്കഷ്ണം ചോദിക്കരുതേ. എൻ്റെ വീട്ടിൽ ഒരു കലത്തിൽ ഒരു പിടി മാവും ഒരു കുടത്തിൽ അല്പം എണ്ണയുള്ളൂ. ഈ ചുള്ളിക്കമ്പ് പെറുക്കി ഞാൻ വീട്ടിൽ ചെന്ന് മാവ് കുഴച്ച് അപ്പം ചുട്ടിട്ട് ഞാനും എൻ്റെ ഏക മകനും ഭക്ഷിച്ചിട്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എലിയ പറഞ്ഞു, നീ അപ്പം ചുട്ടിട്ട് ആദ്യത്തെ എനിക്ക് തരിക, പിന്നെ നീയും നിൻ്റെ മകനും ഉണ്ടാക്കി ഭക്ഷിച്ചു കൊള്ളുക. പ്രിയമുള്ളവരെ, അവിടെ ഈ സ്ത്രീ വീട്ടിൽ ചെന്ന് മാവ് കുഴയ്ക്കുമ്പോൾ ആ കലത്തിലെ മാവ് തീരുന്നില്ല, കുടത്തിലെ എണ്ണ പറ്റുന്നുമില്ല. ഏലിയാക്കി സറേഫാത്ത് പട്ടണത്തിലെ ആ വിധവയുടെ അവൻ എന്താണ് ആവശ്യം, ദൈവം അത് ഒരുക്കി കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നു 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പ്രിയമുള്ളവരെ 4-ാമത്തെ അധ്യായത്തിൽ 1 തുടങ്ങിയുള്ള വചനങ്ങളിൽ ഇവിടെ എലീഷ പ്രവാചകന്റെ അടുക്കൽ ഒരു വിധവ വന്നിട്ട് പറയുക, പ്രവാചക, എൻ്റെ ഭർത്താവ് നിന്റെ ശിഷ്യഗണത്തിൽ ഉണ്ടായിരുന്നവനായിരുന്നല്ലോ, അവൻ മരിച്ചുപോയി നിനക്കറിയാമല്ലോ. അവൻ ജീവിച്ചിരുന്നപ്പോൾ പലരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു കൊടുക്കാതെയാണ് മരിച്ചത്. അവരൊക്കെ തിരിച്ചു ചോദിച്ചിരിക്കുന്നു, കൊടുക്കുന്നില്ല എങ്കിൽ എൻ്റെ മക്കളെ അവർ പിടിച്ചുകൊണ്ടു പോകുമെന്നാണ് പറയുന്നത്. ജപ്തി നോട്ടീസാണ്. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തുണ്ട്? ഒരു കുടത്തിൽ എണ്ണയുണ്ട്. പറഞ്ഞു, നീ വീട്ടിൽ ചെന്ന് മക്കളെ അയൽപക്കങ്ങളിലേക്ക് പറഞ്ഞു വിട്ട് അയൽപക്കങ്ങളിൽ പാത്രങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് മുറിക്കുള്ളിൽ കയറി വാതിലടച്ച് നീ മക്കളും ആ എണ്ണ പാത്രങ്ങളിൽ പകരുക. ചെന്ന് അയൽപക്കങ്ങളിൽ പോയി പാത്രങ്ങൾ വാങ്ങി മുറിക്കുള്ളിൽ കയറി വാതിലടച്ച് എണ്ണ പകർന്നുകൊണ്ടിരുന്നു. എണ്ണയുടെ ഒഴുക്ക് നിലയ്ക്കുന്നില്ല. അവസാനത്തെ പാത്രമായി അമ്മ പറഞ്ഞു, മക്കളെ, ഈ എണ്ണയുടെ ഒഴുക്ക് നിലയ്ക്കുന്നില്ലല്ലോ, ഇനിയും പോയി പാത്രങ്ങൾ വാങ്ങിയിട്ട് വാ.
മക്കൾ പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അമ്മേ അയൽപക്കങ്ങളിലും പാത്രങ്ങളില്ല, അവസാന പാത്രത്തിനും എണ്ണയൊഴിച്ചു, എണ്ണയുടെ ഒഴുക്ക് നിലച്ചു. പ്രവാചകനടുക്കൽ വന്ന് ആ സ്ത്രീ പറയുക, പ്രവാചക ഇങ്ങനെ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, നീ പോയി എണ്ണ വിറ്റ് ആദ്യം കടമിട്ട് മിച്ചമുള്ള പണം കൊണ്ട് നീ മക്കളും സുഖമായി ജീവിക്കും. ആ വിറ്റവയ്ക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അവളുടെ ആവശ്യങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിക്കും എന്താണ് ആവശ്യമെന്ന് ദൈവത്തിനറിയാം. നമ്മുടെ ആവശ്യങ്ങളിൽ കടന്നു വരുന്ന ദൈവമാണ് വിശുദ്ധ ബൈബിളിലെ ദൈവം. നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. ഒന്ന് ഹല്ലേലൂയ പറയോ. സങ്കീർത്തനം 47:1, സങ്കീർത്തനം 47:1, സങ്കീർത്തനം 47:1. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തില് 21-ാമത്തെ അധ്യായത്തില് നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതിനു മുൻപ് ഒരു ചരിത്രം മനസ്സിലാക്കിയിട്ട് ആ അധ്യായം മനസ്സിലാക്കിയാലേ അതിൻ്റെ എന്താണ് ദൈവം പറഞ്ഞ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ ഒരു ദിവസം അബ്രാഹത്തിന്റെ ഭാര്യ സാറ അബ്രാഹത്തോട് പറയുന്നുണ്ട്, അബ്രഹാമേ, എനിക്ക് പ്രായമായി, ഇനി നിനക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് നിനക്ക് കുഞ്ഞിനെ സമ്മാനിക്കുവാൻ, നിന്നെ സന്തോഷിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് എൻ്റെ ദാസിയായ ഹാഗാറിനെ നിൻ്റെ ബെഡ്റൂമിലേക്ക് പറഞ്ഞു വിടാം. നീ അവളുമൊത്ത് ശയിച്ച് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച് ആ കുഞ്ഞിനെ നിൻ്റെ കരങ്ങളിലെടുത്ത് നീ സന്തോഷിക്കുക. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കട്ടെ. അതാണ് 16-ാം അധ്യായത്തിൽ. അങ്ങനെ ഹാഗാറിനെ സാറ അബ്രാഹത്തിൻ്റെ ബെഡ്റൂമിലേക്ക് പറഞ്ഞയക്കുന്നു. അബ്രഹാം അവളോടൊത്ത് ശയിക്കുന്നു. അവൾ ഗർഭം ധരിക്കുന്നു, ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു. ആ കുഞ്ഞിനെ ഇസ്മായേൽ എന്ന് പേരിടുന്നു. 16-ാം അധ്യായം. പ്രിയമുള്ളവരെ, ഇനി 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രാഹത്തിന് 100 വയസ്സായിരിക്കുമ്പോൾ സാറ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു. ആ കുഞ്ഞിന് എന്ത് പേരിടുന്നു? ഇസഹാക്ക്. പ്രിയമുള്ളവരെ, ഒരു ദിവസം, ഇനിയാണ് സംഭവം, ഒരു ദിവസം സാറ നോക്കുമ്പോൾ അവരുടെ വീട്ടുമുറ്റത്ത് ഈ വേലക്കാരി, ഈജിപ്തുകാരിയായ ഈ വേലക്കാരി ഹാഗാറിൽ നിന്ന് ജനിച്ച ഇസ്മായേലും ഈ സാറയിൽ നിന്ന് ജനിച്ച ഇസഹാക്കും തമ്മിൽ കളിച്ചുകൊണ്ട് നിന്നപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല. സാറ വന്ന് അബ്രാഹത്തോട് പറയുക, എൻ്റെ കുഞ്ഞ് ആ വേലക്കാരിയുടെ കുഞ്ഞുമൊത്ത് കളിച്ച് നടക്കാൻ പാടില്ല. അവനോടൊത്ത് കളിച്ച് എൻ്റെ കുഞ്ഞിനെ പോലെ അവകാശിയായി ഈ വീട്ടിൽ ജീവിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ സ്ത്രീക്കും ആ സ്ത്രീയെയും കുഞ്ഞിനെയും ഇവിടെ നിന്ന് ഇറക്കി വിടുക. അബ്രഹാം ദുഃഖിതനായി. കാരണം എന്താ? 2 കുഞ്ഞുങ്ങളും അബ്രാഹത്തിൻ്റെതാണ്. അപ്പോൾ ദൈവം അബ്രാഹത്തോട് പറയുകയാണ്, അബ്രഹാമേ, നീ വിഷമിക്കണ്ട, സാറ പറയുന്നത് നീ ചെയ്തു കൊള്ളുക. കാരണം സാറായിൽ നിന്ന് ജനിച്ച ഇസഹാക്കിൻ്റെ സന്തതികളിലൂടെ ആയിരിക്കും നീ അറിയപ്പെടുക, നിന്റെ വംശം നിലനിൽക്കുക. അതോടൊപ്പം ഹാഗാറിൽ ജനിച്ച കുഞ്ഞിൽ നിന്നും ഒരു ജനതയെ ഞാൻ വളർത്തിയെടുക്കും. കാരണം ആ കുഞ്ഞും നിന്റെ കുഞ്ഞാണല്ലോ. പിറ്റേ ദിവസം അബ്രഹാം കുറേ അപ്പക്കഷ്ണങ്ങളെടുത്തും ഒരു തുകൽക്കുടത്തിൽ വെള്ളമെടുത്തും ഹാഗാറിൻ്റെ തോളിൽ വെച്ചു കൊടുത്തിട്ട് അവളെയും കുഞ്ഞിനെയും ഇറക്കി വിടുകയാണ് വീട്ടിൽ നിന്ന്. പിള്ളവരെ, ഈ ഹാഗാർ ഈ കുഞ്ഞുമായിട്ട് മരുഭൂമിയിലൂടെ അലഞ്ഞു നടക്കുന്നു. ബർഷബായിലെത്തി. അവിടെ എത്തിയപ്പോൾ തോൽക്കുടത്തിലെ വെള്ളം തീർന്നു പോവുകയാണ്. ഹാഗാർ നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താനായിട്ട് വെള്ളം ആവശ്യമാണ്. വെള്ളം കിട്ടാതെ കുഞ്ഞ് മരിച്ചു പോകുമെന്ന സത്യം തിരിച്ചറിഞ്ഞിട്ട് ഈ ഹാഗാർ കുഞ്ഞിനെ ഒരു കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഒരു 50 ദൂരത്തിൽ മാറി നിന്ന് പുറംതിരിഞ്ഞു നിന്ന് അവൾ പറയുകയാണ്, എൻ്റെ കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. ഈ കുഞ്ഞ് വാവിട്ട് കരഞ്ഞപ്പോൾ ദൈവം ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. ദൈവം ദൂതൻ വഴി അറിയിക്കുകയാണ്, ഹാഗാറെ, നീ ഭയപ്പെടേണ്ട, നീ വിഷമിക്കുകയും വേണ്ട, നിന്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. കുഞ്ഞിനെ കരങ്ങളിൽ എടുക്കുക, അവനിലൂടെയും ഒരു ജനതയെ ഞാൻ വളർത്തിയെടുക്കും. പ്രിയമുള്ളവരെ,
ഉടനെ ഹഗാറിൻ്റെ കണ്ണു തുറക്കപ്പെട്ടു. തൊട്ടടുത്ത് ഒരു കിണർ കണ്ടു. ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് തുകൽക്കുടത്തിൽ നിറച്ചു വെച്ച് കുഞ്ഞിന് കുടിക്കാൻ കൊടുത്തു. അങ്ങനെ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തുകയാണ്. ഹാഗാറിൻ്റെ കുഞ്ഞിന് എന്താണാവോ ആവശ്യമായിട്ടുള്ളത് അത് മനസ്സിലാക്കി ആ കുഞ്ഞിൻ്റെ മുൻപിൽ, ആ ഹാഗാറിൻ്റെ മുൻപിൽ കടന്നു വരുന്ന ദൈവം. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ ഇവിടെ കണ്ണീരോടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെയും ആവശ്യം എന്താണോ അത് അറിഞ്ഞ് ആ വ്യക്തിയുടെ, ആ ദൈവ പൈതലിൻ്റെ ആ ജീവിതത്തിലേക്ക്, ആ വ്യക്തിയുടെ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇതാണ് ബൈബിളിലെ ദൈവം. സങ്കീർത്തനം 47:1. ഒരിക്കൽ ഞാൻ പോട്ടയിലായിരിക്കും, എൻ്റെ മുറിയിലേക്ക് ഒരു ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങളും ചേർന്നു. ഈ മനുഷ്യനെ കണ്ടാൽ ടിപ്പ് ടോപ്പ് ഡ്രസ്, കണ്ടാൽ സുന്ദരനാണ്. 4 പേര് എൻ്റെ മുറിയിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്നത്? എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. എന്നെ കണ്ടപ്പോൾ അച്ഛൻ എന്താ തോന്നിയത്? ഞാൻ പറഞ്ഞു, സഹോദര, ഒരു സമ്പന്ന കുടുംബത്തിലെ വ്യക്തി, മാന്യനായൊരു മനുഷ്യൻ, ഡീസൻ്റായിട്ട് നടക്കുന്ന മനുഷ്യൻ, സുന്ദരൻ, സുമുഖൻ, അങ്ങനെ പോസിറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഈ മനുഷ്യൻ ഇരുന്ന് കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചത്, താനെന്തിനാ കരയണേ? താൻ എന്നോട് ചോദിച്ചു, എന്നെ കണ്ടപ്പോൾ അച്ഛൻ എന്താ തോന്നിയത്? എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞു. അതിന് താനെന്തിനാ ഇരുന്ന് കരയുന്നത്? അപ്പോൾ ആ മനുഷ്യൻ അടുത്ത് നിൽക്കുന്ന 2 കുഞ്ഞുങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അച്ചോ, എന്നെ കണ്ടപ്പോൾ സമ്പന്നൻ എന്നല്ലേ തോന്നിയത്? ഈ 2 കുഞ്ഞുങ്ങൾക്കും ഇന്ന് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടില്ല അച്ചു. ഈ 2 കുഞ്ഞുങ്ങൾ പട്ടിണിയാണ് അച്ചോ ഇന്ന്. എൻ്റെ കുടുംബത്തിലെ ഭക്ഷണത്തിലുള്ള വക പോലുമില്ല അച്ചോ. ഈ 2 കുഞ്ഞുങ്ങൾ CBSE സിലബസിൽ പഠിക്കുന്നവരാണ്. 2 മാസമായിട്ട് ഫീസ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഈ 2 കുഞ്ഞുങ്ങളെയും സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അച്ചോ, ഞങ്ങളുടെ കയ്യിൽ അല്പം പണമുണ്ട്, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഹോട്ടലിൽ പോയി ഭക്ഷണം വാങ്ങി, കുറച്ച് മരുന്ന് കടയിൽ പോയി കുറച്ച് വിഷം വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിൽ ചെന്ന് ആ ഭക്ഷണത്തിൽ വിഷമിട്ട് ഞങ്ങൾ 4 പേരും ഭക്ഷിച്ച് ആത്മഹത്യ ചെയ്യാൻ പോവാണച്ചു. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ പോണത്. അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈ വെച്ചൊന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കില്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ഈ വലിയ തകർച്ചയ്ക്ക്? ഞങ്ങളൊരു കമ്പനി നടത്തുകയായിരുന്നു അച്ചു, വലിയ തകർച്ച വന്നു, ലക്ഷങ്ങൾ കോടികൾ അച്ചോ ഇപ്പോൾ കടബാധ്യതയായി. അച്ചു ജീവിക്കാനുള്ള ഒരു വഴിയുമില്ല. അച്ചു, നിങ്ങളുടെ ബന്ധുക്കൾ പ്രിയപ്പെട്ടവരൊക്കെ ഇല്ലേ? അച്ഛൻ പറഞ്ഞില്ല, എന്നെ കണ്ട സമ്പന്ന കുടുംബത്തിലെ വ്യക്തിയാണെന്ന്. ഞാൻ അവരോടൊക്കെ പണം ചോദിക്കുമ്പോൾ അവർ എന്നെ കാണുമ്പോഴേക്കും മാറിക്കളയും. ചോദിച്ചാൽ പറയും, ഞങ്ങൾ നിന്നോട് ചോദിക്കാതിരിക്കാൻ നീ അഡ്വാൻസ് ഞങ്ങളോട് ചോദിക്കുക, അവരാരും സഹായിക്കില്ല അച്ചു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ തമ്പുരാൻ കർത്താവ് എനിക്ക് തന്നൊരു മെസ്സേജ്, ഫിലിപ്പിയർക്ക് എഴുതപ്പെട്ട ലേഖനം 4-ാം അധ്യായം 6-ഉം 7-ഉം വചനങ്ങൾ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, അപേക്ഷയിലൂടെ, പ്രാർത്ഥനയിലൂടെ, കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. സങ്കീർത്തനം 47:1. സങ്കീർത്തനം 47:1. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, അപേക്ഷയിലൂടെ, പ്രാർത്ഥനയിലൂടെ, കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഈ വചനം എനിക്ക് കിട്ടിയപ്പോൾ ദൈവം ഈ വചനത്തിൻ്റെ വെളിപ്പെടുത്തൽ എനിക്കിതാ. അപ്പോൾ എനിക്ക് കിട്ടിയൊരു വെളിപ്പെടുത്തൽ ഇതായിരുന്നു, പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത വ്യക്തിയിലൂടെ, പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞാനിവരെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ആ ഒരു ഉൾക്കാഴ്ച എനിക്ക് കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു, സഹോദര, ദൈവം എന്നോട് സംസാരിക്കുന്നു. സഹോദരൻ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത്, പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയിലൂടെ, പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവ് ദുബായിൽ ജോലി ചെയ്യുന്നു. എനിക്ക് അവിടെ ഒരു ജോലി റെഡിയാക്കിയിട്ടുണ്ട്. 30,000 രൂപ വേണം പോകാനായിട്ട്.
എൻ്റെ കയ്യിൽ 30,000 പോയിട്ട് 3,000 പോലും ഇല്ല. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് അച്ചു. ഞാൻ പറഞ്ഞു 3 ആഴ്ചക്കാലം ഈ പോട്ടെ ആശ്രമത്തിൽ എന്നും വന്ന് സഹോദരൻ പ്രാർത്ഥിക്കും, എന്നും വന്ന് പ്രാർത്ഥിക്കും. സഹോദരൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുമെന്ന് പറയുന്നത്. സഹോദരൻ എന്താണ് ആവശ്യമെന്ന് ദൈവം അറിഞ്ഞിരിക്കുന്നു. ദൈവം പറയുന്നു, നീ പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത വ്യക്തിയിലൂടെ, പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദൈവം നിന്നെ തൊടാൻ പോകുന്നു എന്ന്. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, സാധിക്കുമെങ്കിൽ നീയും വരിക, ഇല്ലെങ്കിൽ വേണ്ട. എന്നിട്ട് എന്നെക്കൊണ്ട് കഴിയാവുന്ന കുറച്ച് പണം എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, സഹോദര പോയി ഭക്ഷണം വാങ്ങി മക്കൾക്ക് കൊടുക്കുക, വീട്ടിൽ പോയിട്ട് നിങ്ങൾ മക്കളെ പഠിക്കാനൊക്കെ പറഞ്ഞു വിടുക, ട്യൂഷൻ സ്കൂളിലെ ഫീസൊക്കെ കൊടുക്കുക. ഞാൻ അവരെ സഹായിച്ചു. ഇവരെ 3 ആഴ്ച കഴിഞ്ഞു. 4-ാമത്തെ ആഴ്ച വ്യാഴാഴ്ച ഈ മനുഷ്യൻ എൻ്റെ മുറിയിലേക്ക് വരികയാണ്. ഞാൻ ചോദിച്ചു, ദൈവം ജീവിതത്തിലേക്ക് കടന്നു വന്നോ? അപ്പോൾ ആ മനുഷ്യനോട് പറയുകയാണ്, അച്ഛൻ 3 ആഴ്ചക്കാലം അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. 3-ാമത്തെ ആഴ്ച ശനിയാഴ്ച ഇവിടുത്തെ ഏകദിന പ്രാർത്ഥന കഴിഞ്ഞു. 4:30 മണി സമയത്ത് എല്ലാവരും തിരിച്ചുപോയി. ഞാൻ വരാന്തയിൽ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കാരണം 3-ാമത്തെ ആഴ്ചയിലെ അവസാന ദിവസമാണ്. അച്ഛൻ പറഞ്ഞ് പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത വ്യക്തിയിലൂടെ, പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദൈവം ഇടപെടുമെന്ന്. ഇതാ ദൈവം ഇതുവരെയും ഇടപെട്ടിട്ടില്ല. ഞാൻ അവിടെ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛോ ആരോ വന്ന് എൻ്റെ ഷോൾഡറിൽ തട്ടി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പ്രായമായൊരു മനുഷ്യൻ. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹം എന്നോട് ചോദിച്ചു, സഹോദര എന്തു പറ്റി ഇവിടെ വന്നിരുന്ന് കരയാനായിട്ട്? ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞു. ഇനി ആത്മഹത്യയുടെ വ്യക്തിയിൽ എത്തി നിന്നാണ് ഞങ്ങൾ ഇവിടെ വന്നു. ആൻ്റണി അച്ഛൻ പറഞ്ഞ് 3 ആഴ്ച വന്ന് പ്രാർത്ഥിക്കുക, ദൈവം ഇടപെടുമെന്ന്. പക്ഷേ ഇതുവരെ ഇടപെട്ടിട്ടില്ല. ഇത് 3-ാമത്തെ ആഴ്ച അവസാന ദിവസമാണ്. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു അത്രേ, രക്ഷപ്പെടാൻ നിനക്ക് വല്ല വഴിയുണ്ടോ? ദുബായിലേക്ക് പോകുന്ന കാര്യം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു റിട്ടയേർഡ് മനുഷ്യനാണ്. ഞാൻ ജോലി ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ശമ്പളത്തിൽ മിച്ചമുള്ളതും എനിക്ക് റിട്ടയർമെൻ്റായിട്ട് കിട്ടിയ പെൻഷൻ കാശിൽ നിന്ന് എനിക്ക് മിച്ചമുള്ളതും ഞാൻ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് 30,000 രൂപ എടുത്ത് ഞാൻ നിനക്ക് തരാം. നീ വിദേശത്ത് പോയി ജോലി ചെയ്തിട്ട് നിനക്ക് ആവശ്യമുള്ള പണമെടുത്ത്, നിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ആവശ്യമുള്ള പണമെടുത്ത് ശമ്പളത്തിൽ മിച്ചമുള്ളതിൽ നിന്ന് എനിക്ക് തന്നാൽ മതി. എനിക്ക് പലിശയൊന്നും തരണ്ട, മുതൽ മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞ് അച്ചോ അദ്ദേഹം എനിക്കൊരു ഫോൺ നമ്പർ തന്നു. അറേഞ്ച് ചെയ്തിട്ട് വിളിച്ചാൽ മതി. അച്ചോ അന്ന് തന്നെ ഞാൻ ദുബായിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. അടുത്ത ആഴ്ച ബുധനാഴ്ച ഞാൻ പോവുകയാണ്. അച്ഛ നന്ദി പറയുവാനും പ്രാർത്ഥിക്കാനും വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 47:1 പോരാ, സങ്കീർത്തനം 47:1, സങ്കീർത്തനം 47:1. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ കുടുംബത്തിന് എന്താണ് ആവശ്യം? ദൈവത്തെ സ്നേഹിക്കുന്ന അവർക്ക് എന്താണ് ആവശ്യമെന്ന് അറിഞ്ഞ് ദൈവം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവരെ അനുഗ്രഹിക്കുകയാണ്. 2 കൊരിന്തോസ് 4-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. 2 കൊരിന്തോസ് 4:6. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. വചനം ഒരിക്കൽ കൂടെ പറയാം, അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിനുള്ളിൽ ദൈവം പ്രകാശം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ്. അപ്പോൾ അന്ധകാരത്തെ സൃഷ്ടിച്ചപ്പോൾ ഈ അന്ധകാരത്തിനുള്ളിൽ ദൈവം പ്രകാശം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ആ ദൈവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിപ്പാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം ഞാൻ മനസ്സിലാക്കുന്നത്, പ്രിയമുള്ളവരെ, ഇരുട്ടിൽ ദൈവം പ്രകാശം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അതുപോലെ രോഗത്തിൽ
ദൈവം സൗഖ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തകർച്ചകളിൽ ദൈവം ഉയർച്ച ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇരുട്ടിൽ പ്രകാശത്തെ ഒളിപ്പിച്ചു വെച്ച ദൈവം രോഗത്തിൽ സൗഖ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നീ രോഗിയാണോ? അതിന് നടുവിൽ സൗഖ്യം കൊണ്ട് തമ്പുരാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിനക്ക് തകർച്ചയുണ്ടോ? ആ തകർച്ചയുടെ നടുവിൽ ദൈവം നിനക്കൊരു ഉയർച്ച ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ തമ്പുരാനെ വിളിക്കണം. നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്ന ആ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഹോസിയ 7:14 ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കേണ്ടതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. ജീവിതത്തിൽ ഒരു തകർച്ചയോ ഒരു വേദനയോ ഒരു അന്ധകാരമോ ഒരു രോഗമോ വരുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കേണ്ടതിന് പകരം കിടക്കയിൽ വീണ് വിലപിക്കുന്നു. വചനം എന്താ പറയുന്നത്? ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കേണ്ടതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. ദാനിയേൽ എന്താ പറഞ്ഞേ? ഈ സിംഹക്കുഴിയിൽ കിടക്കുന്ന എനിക്ക് എന്താണ് ആവശ്യമെന്ന്, എനിക്ക് ഭക്ഷണമാണ് ആവശ്യമെന്ന് ദൈവമേ നീ അറിഞ്ഞിരിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഓരോ ദൈവ പൈതലിനും നീ ദൈവത്തെ സ്നേഹിക്കുന്ന പൈതലാണോ? നിനക്ക് എന്താണ് ആവശ്യമെന്ന് ദൈവം നിനക്ക് മുൻപേ അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നീ ആ ദൈവത്തെ വിളിക്കും. ഏകദേശം 9 മാസം മുൻപ് ഞാൻ ഉഗാണ്ടയിൽ ധ്യാനിപ്പിക്കാൻ പോയി. സഹോദരങ്ങളെ, ജീവിതത്തിൽ 40ഓളം രാജ്യങ്ങളിൽ വചനം പങ്കുവെക്കാൻ പോയിട്ടുണ്ട്. ഉഗാണ്ടയിലെ പോലെ പാവപ്പെട്ട ദാരിദ്ര്യം പട്ടിണിയുമുള്ള ഒരു രാജ്യം ഞാൻ കണ്ടിട്ടില്ല. ദിവസത്തിൽ ഒരു നേരമൊക്കെ അവിടെ മനുഷ്യർക്ക് ഭക്ഷണമുള്ളൂ. പാവപ്പെട്ട മനുഷ്യർ. അവിടെ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഏകദേശം 4000ഓളം ആളുകളെങ്കിലും അവിടെ ധ്യാനത്തിൽ വന്നിട്ടുണ്ട്. അവരുടെ ആ വിശ്വാസവും അവരുടെ ഡാൻസും അവരുടെ കയ്യടിയും പ്രാർത്ഥനയൊക്കെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിച്ച്, ദൈവമേ, നമ്മുടെയൊക്കെ വിശ്വാസം എത്രയോ താഴെയാണ്, അവരുടേത് എത്രയോ വലുതാണ്. അവിടെ ഒരു ദിവസം വചനപ്രഘോഷണം കഴിഞ്ഞ് രോഗശാന്തി ആരാധന നടത്തുന്ന സമയം. അപ്പോൾ ഞാൻ ഇതുപോലെ മെസ്സേജ് കൊടുത്തു. ഒരുപക്ഷെ നിൻ്റെ ജീവിതം നിനക്ക് എന്താണ് ആവശ്യമെന്നുള്ളത് ദൈവം അറിഞ്ഞിരിക്കുന്നു. നീ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് കരമുയർത്തി സ്തുതിപ്പിച്ച് പ്രാർത്ഥിപ്പിക്കുക. ദൈവം നൽകിയ മെസ്സേജുകളൊക്കെ അവർക്ക് കൊടുത്തു. അതിനുശേഷം ആശീർവാദ സമയം. ഞാൻ പരിശുദ്ധ കുർബാന ഇങ്ങനെ ഉയർത്തി ആശീർവദിക്കാനായിട്ട് അരുളിക്കായിൽ പിടിച്ച് ഉയർത്താൻ നേരത്ത് യേശു എന്നുള്ളൊരു വാക്ക് കേട്ടു. യേശു എന്ന് വിളിക്കുന്ന ഭയങ്കര സ്വരത്തിലാണ്. ഈ സ്വരം കേട്ട സ്ഥലത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രിയമുള്ളവരെ, 25 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ നിലത്ത് 2 വടിയുടെ സഹായത്തോടെയാണ് അവൻ നടക്കുന്ന. കാരണം അത് 2 വട മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നിലത്ത് കിടന്നുകൊണ്ട്, പിള്ളവരെ, ഞാൻ ഈശോ ഉയർത്താൻ നേരത്ത് യേശു എന്ന് പറഞ്ഞ് അവൻ വാവിട്ട് കരയുകയാണ്, 2 കരങ്ങൾ നീട്ടിപ്പിടിച്ച്. അപ്പോൾ തമ്പുരാൻ എനിക്കൊരു മെസ്സേജ് തന്നു. ഇപ്പോൾ നീ ആശീർവദിക്കണ്ട, ആ മകന് വേണ്ടി നീ എല്ലാവരെ കൊണ്ടും പ്രാർത്ഥിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ആ മകന് വേണ്ടി നീ എല്ലാവരെ കൊണ്ടും പ്രാർത്ഥിപ്പിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ ഉയർത്താനായിട്ട് തയ്യാറായി നിൽക്കുന്നു, അരുളിക്കായിൽ പിടിച്ചിരിക്കുന്നു. ഉയർത്താൻ ശ്രമിക്കുമ്പോൾ ഉയർത്താതെ അവിടെ വെച്ചിട്ട് ഞാൻ ജനത്തോട് പറഞ്ഞു, 4000ഓളം ജനത്തോട് പറഞ്ഞു, ഇവിടെ ഒരു ചെറുപ്പക്കാരൻ നടക്കാൻ പറ്റാതെ ശരീരത്തിന് ബലമില്ലാതെ നിലത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഇത് തമ്പുരാൻ അവൻ എന്താണ് ആവശ്യമോ എന്ന് അറിഞ്ഞിരിക്കുന്നു. ഇത് തമ്പുരാൻ അവനെ തൊടാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും കരങ്ങളുയർത്തി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എല്ലാവരെ കൊണ്ട് ആത്മാർത്ഥമായിട്ട് വാവിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിപ്പിക്കുന്ന സമയത്ത് ദൈവം സംസാരിച്ചു. പ്രേക്ഷിതരെ വിട്ട് അവനെ ഒന്ന് എഴുന്നേൽപ്പിക്കുക. ഞാൻ പ്രേക്ഷിതരോട് പറഞ്ഞു, അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തുക, നടക്കാൻ പറയുക. ആ ജനങ്ങളെല്ലാം മറന്ന് ദൈവത്തെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ അവൻ എഴുന്നേറ്റ് നിന്ന് സ്റ്റേജിലേക്ക് നടന്നു വന്ന് പിന്നെ ഓടി അവൻ ദൈവത്തിന് മുൻപിൽ സാക്ഷ്യം പറഞ്ഞു, എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തനം 47:1. സങ്കീർത്തനം 47:1. ഹല്ലേലൂയ. ഞാൻ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, എന്ത് പറ്റി നിനക്ക്? അവൻ പറഞ്ഞതാ,
23-ാമത്തെ വയസ്സിൽ ആക്സിഡന്റ് വന്ന് 2 കൈക്കും താഴെ ഫുള്ള് തളർന്നു കിടന്നവനാണ് ഞാൻ. ഒന്ന് നിൽക്കാൻ പോലും എനിക്ക് പറ്റില്ലായിരുന്നു. എൻ്റെ കർത്താവ് സുഖപ്പെടുത്തി. ഞാൻ പറഞ്ഞു, മകനെ നീ ഒന്ന് ഓടിക്കേ നടുവിലൂടെ. അവൻ ഓടിക്കാണിച്ചു. അതുവരെ അവിടെ വന്നു കിടക്കുന്ന ആ മകന് എന്താണോ ആവശ്യം ദൈവം അറിഞ്ഞിരിക്കുന്നു. ദൈവം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ദൈവം അവൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു.